പ്രൈസലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രയർ ടെമ്പിൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ മർമ്മപ്രധാനമാകുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, TPM എന്ന് പറയുന്ന ദൈവസഭയിലെ തർക്കം, അല്ലെങ്കിൽ TPM എന്ന് പറയുന്ന ദൈവസഭയിലെ പ്രശ്നങ്ങൾ. ഇതാണ് ഇന്നത്തെ വിഷയം. കേരളത്തിലെ പ്രധാനപ്പെട്ട ചില പാസ്റ്റർമാർ, ചില ആത്മീയ മാധ്യമ പ്രവർത്തകർ പല പല വിഷയങ്ങൾ അവരിങ്ങനെ ഓരോ ദിവസവും ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു ദൈവദാസൻ്റെ അവിഹിതം പുറത്തു വരണം, ഏതെങ്കിലും ഒരു സഭയുടെ പ്രശ്നങ്ങൾ പുറത്തു വരണം, ഏതെങ്കിലും ഒരു സംഘടനകളുടെ എന്ന് വേണ്ട ഏതെങ്കിലും ആത്മീയരാകുന്ന അല്ലെങ്കിൽ ആത്മീയ വിഷയങ്ങൾ പലതും നാറുന്ന വിഷയങ്ങൾ പുറത്തു വരണം. അതൊക്കെ തങ്ങൾക്ക് കണ്ടൻ്റായി തങ്ങൾക്ക് വീഡിയോ ചെയ്യണം, അതിലൂടെ വരുമാനം കണ്ടെത്തണം, റീച്ച് ആവണം എന്നുള്ള തരത്തിൽ കേരളത്തിലെ ചില പ്രധാന ദൈവദാസന്മാർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കണ്ടൻറ്റുകളൊന്നും കിട്ടാതെ അവർ പഞ്ഞം പിടിച്ചൊരു അവസരത്തിലായിരിക്കുകയാണ്. അപ്പോഴാണ് ചില ആത്മീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ആത്മീയ മാധ്യമ പ്രവർത്തകർക്ക് സ്വയം വിശേഷിപ്പിക്കുന്ന പാസ്റ്റർമാർക്ക് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വിഷയമാണ് TPM ദൈവസഭയിലെ തർക്കം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരൊന്നും വിമർശിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം TPM ദൈവസഭയുടെ രഹസ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി വളരെ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും TPM എന്ന് പറയുന്ന ദൈവസഭയെ ആക്ഷേപിക്കണം, അതിൻ്റെ തെളിവ് സഹിതമുള്ള വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരണം, ദൈവദാസന്മാരെ, സെൻട്രൽ പാസ്റ്റർമാരെ, ചെന്നൈയിലെയും തമിഴ്നാട്ടിലെയും എന്ന് വേണ്ട ദൈവദാസന്മാരെ മാറ്റിയതാകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കിട്ടുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാൻ ഒന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ എത്ര പരിശ്രമിച്ചാലും, നിങ്ങളൊക്കെ എത്ര ഇനി എന്തെല്ലാം ചെയ്ത് തലകുത്തി മറിഞ്ഞാലും ശരി, TPM എന്ന് പറയുന്ന ദൈവസഭയ്ക്കകത്തു നിന്ന് നിങ്ങൾക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. കാരണം പരസ്പരം കരിവേരി തേക്കുന്ന കൂട്ടരല്ല TPMകാർ. ദൈവസഭയെയും പരിശുദ്ധാത്മാവിനെയും അനുസരിക്കുന്ന ഒരു കൂട്ടരാണ് TPM ദൈവസഭ. ഇനി TPM ദൈവസഭയിലെ ദൈവദാസന്മാരെ അംഗീകരിക്കാതെ ചിലർ നടക്കുന്നതിൻ്റെ കാരണം അവർ ദൈവവചനത്തിന് അടിസ്ഥാനമായി നിൽക്കാത്ത ആരെയും അംഗീകരിക്കത്തില്ല. ദൈവദാസന്മാരുടെ വസ്ത്രധാരണയ്ക്ക് പോലും ദൈവവചനപ്രകാരം ഒരു കണ്ടീഷനുണ്ട്. അവരുടെ ബന്ധങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ സകലത്തിനും ദൈവവചനവുമായി ഒരു ബന്ധമുണ്ട്. എന്നാൽ ആ ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാതെ ലോകത്തിൽ എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം, എവിടെ വേണമെങ്കിലും പോകാം, കർത്താവിൻ്റെ ദാസനാണ് എന്നുള്ളൊരു പേര് മാത്രം മതിയെന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നടക്കുന്ന ആരുമായിട്ടും TPM എന്ന് പറയുന്ന ദൈവദാസന്മാർക്കോ ദൈവസഭയ്ക്കോ യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെ വരുമ്പോൾ TPMകാർ കൊള്ളത്തില്ല, TPMകാർ ശരിയല്ല, TPMകാരുടെ പ്രാർത്ഥന ശരിയല്ല, അവരുടെ ആരാധന ശരിയല്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് TPM എന്ന് പറയുന്ന വലിയ ഒരു ദൈവസഭയെ തകർക്കുവാൻ ശ്രമിക്കുന്നവരോട് എനിക്കിത്രമേ പറയാനുള്ളൂ. നിങ്ങൾ വ്യാമോഹിതരാണ്. കാരണം ദൈവം നട്ടതിനെ തകർക്കുവാൻ ഒരു മനുഷ്യനും ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് TPM എന്ന് പറയുന്ന ദൈവസഭയെ തൊടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് തീക്കളിയാണ്. ഇത് തീക്കളിയാണ്. ദൈവം നിർത്തിയിരിക്കുന്നവരെ തകർക്കാൻ ശ്രമിക്കരുത്. ദൈവമാക്കി വച്ചിരിക്കുന്ന സഭയെ തകർക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും. പക്ഷേ TPM എന്ന് പറയുന്ന ദൈവസഭയോട് നിങ്ങൾ കളിക്കരുത്. ഇത് ദൈവസഭയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മാത്രം സഞ്ചരിക്കുന്നവരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ അവസരത്തിൽ
സ്നേഹപൂർവ്വം സാബു അഞ്ചൽ.